ഷീജ, വലിയ അർത്ഥത്തിൽ ഒരു പ്രതിഷേധം തിരുവനന്തപുരത്ത് സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ നടക്കുകയാണ്. വിദ്യാർത്ഥികൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ ന്യായമാണ്. അവർക്ക് പരീക്ഷകൾ സമയബന്ധിതമായി നടത്തണം, സർട്ടിഫിക്കറ്റുകൾ കൃത്യമായി കിട്ടണം, ആവശ്യമായ മാർക്കുകൾ കിട്ടണം. പക്ഷെ ഇതൊന്നും നൽകാൻ കഴിയുന്നില്ല. VC സർവകലാശാലയിൽ എത്തുന്നില്ല. ഭരണസ്തംഭനം. SFI ഉയർത്തുന്ന ആവശ്യങ്ങൾ ന്യായമാണ്. മറ്റ് സംഘടനകൾ, KSU ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരമുഖത്തില്ലാത്തപ്പോൾ വിദ്യാർത്ഥികളുടെ ആവശ്യം ഏറ്റെടുത്തുകൊണ്ട് SFI സമരമുഖത്താണ്. എങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം പുരോഗമിക്കുന്നത്? സിജു, ഇപ്പോഴേതായാലും പ്രതിഷേധം കേരള സർവകലാശാല ആസ്ഥാനത്തിനുള്ളിൽ തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്നും കൂട്ടിച്ചേർക്കാനുള്ളത്. സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ കവാടത്തിന്റെ ഭാഗത്താണ് ഏതായാലും ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ മാർച്ച് പോലീസ് അവിടെ നിന്ന് തടഞ്ഞെങ്കിൽ പോലും മതിൽ കയറി ചാടി വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ സർവകലാശാല ആസ്ഥാനത്തിലേക്ക് കടക്കുകയായിരുന്നു. ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്തിലെ കെട്ടിടത്തിലേക്ക് കയറുന്ന പടിക്കെട്ടുകളിൽ കുത്തിയിരുന്ന് ഉപരോധിച്ച് ആ പ്രതിഷേധം തുടരുകയാണ് എന്നുള്ളതാണ്. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രതിഷേധം ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും VCക്ക് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നും തന്നെ ഒരു തരത്തിലെ അനുകൂല നിലപാടും സ്വീകരിക്കാൻ താല്പര്യമില്ല. ആ രീതിയിലുള്ള നടപടികളാണ് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വിഷയങ്ങളിലും. അതിപ്പോൾ വിദ്യാർത്ഥികളുടെ അക്കാദമിക് വിഷയമാകട്ടെ, പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, എല്ലാത്തിലും ആ രീതിയിലുള്ള സമീപനം VC തുടരുന്നു. അതിനെതിരെ VCയുടെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ സർവകലാശാല ഭരണം സ്തംഭിപ്പിക്കുന്ന, വിദ്യാർത്ഥികൾക്ക് ഗുണകരമല്ലാത്തൊരു സർവകലാശാലയായി കേരള സർവകലാശാലയെ മാറ്റുന്നതിനെതിരെ SFI സമരമുഖത്താണ്. അതിനെതിരെയാണ് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് ഷീജ നൽകിക്കൊണ്ടിരിക്കുന്നത്.